പേപ്പർ മെഡിക്കൽ റെക്കോർഡ് സയൻസ് യൂണിറ്റ് 3 കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളിനി പറയാൻ പോകുന്നത് ഒക്യുപ്പേഷണൽ ഡിസീസസ് വരാതെ എങ്ങനെ നമുക്കത് തടയാം എന്നുള്ളതാണ്. ഒന്ന്, പ്രീ പ്ലേസ്മെൻറ്റ് എക്സാമിനേഷൻ, അതായത് നല്ല രീതിക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഒരു പേഷ്യൻ്റ് അല്ല, ഒരു എംപ്ലോയീനെ നമ്മൾ എടുക്കുന്ന സമയത്ത് മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. ആൾക്ക് എന്തെങ്കിലും തരത്തിൽ മെഡിക്കൽ ഹിസ്റ്ററീസ് ഉണ്ടോ, എന്തെങ്കിലും രോഗങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കംപ്ലയിൻസോ, ഫാമിലി ഹിസ്റ്ററിയിലോ, അല്ലെങ്കിൽ പേഴ്സണൽ ഹാബിറ്റിൽ സ്മോക്കിങ്ങോ ആൽക്കഹോൾ കഴിക്കുന്ന ആളാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിട്ട് കയറ്റുക. ഇലക്ട്രോ കാർഡിയോഗ്രാം, അതുപോലെ വിഷൻ ടെസ്റ്റിങ്, യൂറിൻ ബ്ലഡ് എക്സാമിനേഷൻ, ഇതൊക്കെ ചെയ്യുന്നതാണ് പ്രീ പ്ലേസ്മെൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയണത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ റൈറ്റ് മെൻ, കറക്റ്റായിട്ടുള്ള ആൾക്ക് കറക്റ്റായിട്ടുള്ള ജോലി എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പീരിയോഡിക് ഹെൽത്ത് എക്സാമിനേഷൻ, ഓരോരോ ടൈമിൽ എക്സാമിൻ ചെയ്യുക. നമ്മൾ എംപ്ലോയീസിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലേ, എന്തെങ്കിലും റിസ്ക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അത് ശ്രദ്ധിക്കാൻ. സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ല രീതിക്കുള്ള മെഡിക്കൽ അഡ്വൈസ് കിട്ടുകയും ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയറിൻ്റെ ആകുമ്പോൾ എല്ലാ വർക്കേഴ്സിനും ഒരേപോലെയുള്ള അല്ലെങ്കിൽ ഒരു മിനിമം ലെവലിൽ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ലെവലിലുള്ള ഹെൽത്ത് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. വർക്ക്ഷോപ്പുകളിലൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് സർവീസസ് ഒക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തായാലും വേണം, വെക്കേണ്ടതാണ്. പിന്നെ സൂപ്പർവിഷൻ, അതായത് പീരിയോഡിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കലി എന്ത് ചെയ്യണം, വർക്കിംഗ് എൻവയോൺമെൻറ്റ് കറക്റ്റ് അല്ലേ, ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇല്ലല്ലോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ റോ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് അല്ലേ, മാനുഫാക്ചറേഴ്സ് ഇതൊക്കെ നീറ്റ് അല്ലേ, അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും രോഗങ്ങൾ ഉണ്ടാവില്ലല്ലോ, മുറിയില്ലല്ലോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ ആക്സിഡൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻസ്, രോഗങ്ങൾ തടയാനായിട്ടുള്ളതും രോഗങ്ങൾ വരാതിരിക്കാനുമായിട്ട് അല്ലെങ്കിൽ രോഗങ്ങൾ വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പീരിയോഡിക്കൽ ഇൻസ്പെക്ഷനാണ് പിന്നെ വരുന്നത്. അത് മെഡിക്കൽ ഓഫീസേഴ്സ് എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക സേഫ് അല്ലേ, ഇവിടെ ഒരു എൻവയോൺമെൻറ്റ്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് സേഫ് അല്ലേ വർക്ക് ചെയ്യാൻ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഭാവിയിലേക്കുള്ള പ്ലാനിങ്ങും വളരാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റും അതുപോലെ ഒക്യുപ്പേഷണൽ ഹെൽത്ത് സർവീസസ് ഒക്കെ പ്രോപ്പറാക്കി വെക്കുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിനൊക്കെ വേണ്ട ഒന്നാണ്. ഇങ്ങനെ ഹെൽത്ത് കീപ്പ് ചെയ്യാം, നല്ല രീതിക്ക് ഹെൽത്ത് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളായിട്ടും അല്ലെങ്കിൽ സെമിനാർ ത്രൂ ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ മാസ്ക്, ഗ്ലൗസ്, ബാരിയർ ക്രീമുകൾ, ഐ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. റൂൾസ്, ഹാൻഡ് ഹൈജീന്, അതുപോലെ ഹാൻഡ് വാഷിങ്, ക്ലീൻ ആയിട്ടുള്ള ക്ലോത്തുകൾ ഇടാനും ഒക്കെ വേണ്ട കാര്യങ്ങൾ. പിന്നെ എന്താണ്, ചാർട്ട്, പോസ്റ്റേഴ്സ് ഇതിലൂടെയൊക്കെ കാണിച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് CPA എന്ന് പറയുന്നത് 1986 കൊണ്ടുവരുന്നത്. ഇത് കൺസ്യൂമേഴ്സിൻ്റെ സേഫ് ഗാർഡിന്, അവരുടെ എല്ലാം സേഫാക്കി വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് CPA 1986 കൊണ്ടുവരുന്നത്. ഈ ആക്റ്റിൽ വരുന്നത് കൺസ്യൂമർ റൈറ്റുകളാണ്, അവർക്കുള്ള അവകാശങ്ങളാണ്. അവർക്കത് വാങ്ങണോ അല്ലെങ്കിൽ ചൂസ് ചെയ്യാനായിട്ടുള്ളത്, കേൾക്കാൻ വേണ്ടിയിട്ടുള്ളത്, എഡ്യൂക്കേഷൻ, കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അറിവുകൾ നേടാൻ വേണ്ടിയിട്ടുള്ളത്, ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്, സേഫ്റ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ് ഇതിലൊക്കെ വരുന്നത്. സ്മൂത്തായിട്ട് എക്സിക്യൂഷൻ ചെയ്യാനും അതുപോലെ ഡിസ്ട്രിക്ട് ലെവലാണെങ്കിലും സ്റ്റേറ്റ് ലെവലാണെങ്കിലും സെൻട്രൽ ലെവലാണെങ്കിലും കൺസ്യൂമേഴ്സിന് ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് ഉള്ളത്. CPA നമ്മുടെ ഇന്ത്യയിൽ വരുന്ന സമയത്ത് സിവിൽ കോടതിയിലാണ് ബേസിക്കായിട്ട് ഇത് വരിക. CPA മെയിനായിട്ട് കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്, കസ്റ്റമേഴ്സിനൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യമാണ്. കോർട്ടിൽ ഫീ പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. പേഴ്സണ് എന്ത് ചെയ്യാൻ പറ്റും, അവനവൻ്റെ കേസ് തന്നെ ചെയ്യാൻ പറ്റും. വിധി വരിക ഒരു 3-6 മാസങ്ങൾക്കുള്ളിൽ തന്നെ, 3-6 മാസത്തിനുള്ളിൽ തന്നെ വരുമെന്നാണ് പറയണത്. പിന്നെ ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പൊക്കെ ഒരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. പിന്നെ വരുന്നത് ഈ CPA പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ റൈറ്റ് ആണ്, അവകാശങ്ങളാണ്. അതുപോലെ ഗൈഡ് ലൈൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ റിലേഷനിലുള്ള ആൾക്കാർക്ക് മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് വരുന്നത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ കൺസ്യൂമർ കോടതിയിലോ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇവരുടെ എന്നുള്ള അല്ലെങ്കിൽ ഒരു കൺസ്യൂമബിൾ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ആക്ട് മെയിനായിട്ട് കവർ ചെയ്യണത് എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും വേണ്ടിയിട്ടും അതുപോലെ ലിമിറ്റ് ചെയ്യുന്നതിൽ അലോപ്പതി ആണെന്നോ
ആണെന്നോ അല്ലെങ്കിൽ ഹോമിയോപ്പതി ആണെന്നോ ഒന്നും ലിമിറ്റേഷൻസ് ഇല്ല. എല്ലാ പ്രാക്ടീഷണേഴ്സിനും വേണ്ടിയിട്ടാണുള്ളത്. പിന്നെ നമ്പർ ഓഫ് കേസസ് കൂടുന്നതിനനുസരിച്ചിട്ട് മെഡിക്കൽ എന്താണ് അതിലുള്ള ആക്ടിനനുസരിച്ച് നമുക്ക് അതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഒബ്സർവ് ചെയ്യുന്നത് ക്വാളിറ്റിയാണ് മെഡിക്കൽ സർവീസസിൻ്റെ. പിന്നെ വരുന്നതാണ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽസിന് എന്ത് വേണം, ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഹെൽത്ത് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഡ്യൂട്ടീസൊക്കെ കറക്റ്റായിട്ട് കസ്റ്റമർ റൈറ്റുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം അത് നടക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.